വെൽക്കം ബാക്ക് ടു സാലൽ ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്ക് അൽഗോരിതം, നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിനകത്തുള്ളൊരു സെക്ഷനാണ് അൽഗോരിതം സെക്ഷൻ. അൽഗോരിതം എഴുതാൻ പഠിക്കാം. എല്ലാ മക്കളും റെഡി അല്ലടാ? യെസ്, ഇങ്ങോട്ട് വരിക. ഇവിടെ വെക്കാം. സ്റ്റെപ്പ് 1 പറയണം, റൈറ്റ് ഇൻ അൽഗോരിതം ടു ഫൈൻഡ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതം റൈറ്റ് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റെപ്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇതിന് ഇനിഷ്യലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ലോജിക് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഏരിയ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ ഓക്കെ നീളം ഇൻറ്റു വീതി. അതാണ് ഏരിയ ഓഫ് റെക്ടാങ്കിളിന്റെ ഇക്വേഷൻ എന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏരിയ ആണ്. അപ്പൊ ഇതൊരു ഇക്വേഷൻ ഫോം ആക്കും. ഇവിടെ ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ, ഇവിടെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻറ്റു സിമ്പിൾ ഓപ്പറേറ്റർ അല്ല, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റാർ ആണ്. അതാണ് സാറ് നേരത്തെ സ്റ്റാർ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. എന്നിട്ടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ മക്കളെ. അപ്പൊ ഏരിയ ഇസിക്കൽ ടു എന്നാണ്, ഏരിയ ഇസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കൊടുക്കുക. ഏരിയ ഇസിക്കൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ വെക്കാം ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും, ഏരിയ സ്റ്റോർ ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അങ്ങോട്ടല്ലേ ഈക്വാലിറ്റി വരുന്നത്, അല്ല ഇവിടെയാണ് ഈക്വാലിറ്റി വരുന്നത്. അപ്പൊ ഏരിയ ഇസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും, അല്ലെങ്കിൽ ഷോർട്ട് കൊടുക്കാം എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി എന്ന് കൊടുക്കാം. ഓക്കെ, എ ഇസിക്കൽ ടു എൽ ഇൻറ്റു, ഇവിടെ ക്യാപിറ്റൽ എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി എന്ന് കൊടുക്കാം. ക്ലിയർ? യെസ്. അപ്പൊ ഏരിയ ഇസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കൊടുക്കുക. അഥവാ ഏരിയക്ക് ഏരിയയുടെ ഷോർട്ട് ഫോം ക്യാപിറ്റൽ എ ആണ്. അപ്പൊ ക്യാപിറ്റൽ എ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി കൊടുക്കുക. ക്ലിയർ? ഇവിടെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ആണെങ്കിൽ ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണെങ്കിൽ എല്ലും ബിയും ഇൻപുട്ട് കൊടുക്കുക. കാരണം ഇവിടെ ഏരിയ കാണണമെങ്കിൽ എന്ത് കാണണം, ലെങ്തും ബ്രെഡ്ത്തും. അഥവാ എല്ലിന്റെയും ബിയുടെയും വാല്യൂ വേണം. ആ എല്ലിന്റെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ എൽ കോമ ബി കൊടുത്തു. ഏരിയയുടെ ഇക്വേഷൻ ആണ് ഏരിയ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി, ഏരിയ ഇസിക്കൽ ടു എൽ ഇൻറ്റു ബി. ദെൻ എല്ലും ബിയും മൾട്ടിപ്ലൈ ആയിട്ട് ഏരിയയിലിട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ ഏരിയ പ്രിന്റ് ചെയ്തു. ദെൻ സ്റ്റോപ്പ് അടിച്ചു. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആയിരിക്കണം. പിന്നെ സ്റ്റെപ്പ് 2 എന്താ നമ്മളെ, നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇൻപുട്ട്. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തുമാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, അവിടെ ഇൻപുട്ട് കൊടുക്കുക. ഇപ്പം റീഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻപുട്ടിന് വേറെ റീഡ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. റീഡ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസുകളെല്ലാം കൊടുക്കുക. ക്ലിയർ? എന്നിട്ട് നോക്കാം, ഇവിടെ ഏരിയയുടെ ഇക്വേഷൻ എന്നാണ്, ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ദെൻ എന്താണ് ഈ എല്ലും ബിയും കൂടെ ഇൻപുട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഏരിയ ഇവിടെ സ്റ്റോർ ചെയ്യും, ഇവിടെ ഏരിയ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവിടെ ഏരിയ പ്രിന്റ് ആയിട്ട് വരും. ദെൻ സ്റ്റോപ്പ് അടിച്ചു. ഇങ്ങനെയാണ് ഒരു അൽഗോരിതം റൈറ്റ് ചെയ്യേണ്ടത്. ഓർത്തിരിക്കണേ മക്കളെ. യെസ്. അപ്പൊ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.